ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ടീച്ചേഴ്സ് ഡേ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് കാർഡ് അതെങ്ങനെ റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കളർ പേപ്പേഴ്സാണ്, പിന്നെ നമുക്ക് കുറച്ച് കളർ പെൻ അല്ലെങ്കിൽ സ്കെച്ചുകൾ, അതുപോലെ തന്നെ ഒരു ഗ്ലൂ, പിന്നെ ഒരു സിസർ. അപ്പോൾ ആദ്യം നമുക്കൊരു എൻവലപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പറിനെ നമുക്ക് 3 ഭാഗമായിട്ട് മടക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു 3 പാർട്ടാക്കിയിട്ട് അതിനെ വരച്ചിട്ട് അതിന് ശേഷം നല്ല വൃത്തിയിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ നമുക്ക് പേപ്പറിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ എൻഡ് ഭാഗം അത് മാത്രം ഒഴിവാക്കി ബാക്കി മുകളിലുള്ള 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ ആ ഒരു 2 സൈഡ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ സ്ക്വയർ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എൻവലപ്പിൻ്റെ എൻഡ് ഭാഗം കുറച്ചൊന്ന് താണിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സ്ക്വയറാണ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൗണ്ട് ആക്കാം. അപ്പം ഈ ഒരു രീതിയിലൊന്ന് വരച്ചിട്ട് കുറച്ച് ഭാഗം 2 അറ്റത്തും വിട്ടിട്ട് നടുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന് ശേഷം നമ്മളെ ആ ടോപ്പ് എൻഡ് ജസ്റ്റ് ഒന്ന് കേവ് ആക്കി കൊടുക്കാം. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കേവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേവായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം നമ്മൾ ആ ഒരു മടക്കി വെച്ച 2 ഭാഗം ഉണ്ടല്ലോ, ആ ചെറിയൊരു ഭാഗം, അതിന് അവിടെ മാത്രം കുറച്ച് ഗ്ലൂ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ എൻവലപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു താങ്ക് യു നോട്ടോ അല്ലെങ്കിൽ കോഡ്സ് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ 2 പേപ്പറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പേപ്പറിനെ നമുക്കൊന്ന് സിഗ്സാഗ് മാനറിലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു സിഗ്സാഗ് മാനറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് തന്നെ ഇരുന്നാലും മതി. ഇനി നിങ്ങൾക്ക് റൗണ്ട് വേണം അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കാണുന്ന പേപ്പറിന് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ പേപ്പറിൽ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വോട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേപ്പറിൽ ഒരു താങ്ക് യു നോട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എൻവലപ്പിൻ്റെ ബോർഡർ ഞാനൊന്ന് ബ്ലാക്ക് മാർക്കറിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശത്ത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് ഒന്ന് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എൻവലപ്പിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്വാഡ്സ്, അതുപോലെ തന്നെ താങ്ക് യു നോട്ട്, ഇതൊക്കെ ആ ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കർ കൈവശം ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് ഡേക്ക് ഇതുപോലൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ടീച്ചേഴ്സിന് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.